ഹലോ വെൽക്കം ടു ടിൽജാസ് വേൾഡ്. ഇന്ന് ഞാൻ ഗെറ്റ് റെഡി വിത്ത് മീ എന്നുള്ളൊരു വീഡിയോ ചെയ്യാമെന്ന് കരുതി. ഞാൻ ജോലിക്ക് പോവുകയാണ് ആക്ച്വലി. അപ്പം എനിക്ക് രണ്ട് ജോലിയുണ്ട് എയർപോർട്ടിൽ രണ്ട് കമ്പനികൾക്ക് വേണ്ടിയാണ് ഞാൻ വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ഇന്ന് പാസഞ്ചേഴ്സുമായിട്ടുള്ള ഡയറക്റ്റ് കോൺടാക്റ്റിലുള്ള ജോലിയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്കൊരു യൂണിഫോം ഉണ്ട്. ഞാൻ യൂണിഫോമൊക്കെ ധരിച്ചു. എൻ്റെ രണ്ട് പിൻ കണ്ടായിരുന്നു. സൂറിച്ചിൻ്റെ എയർപോർട്ട് കോഡായ ZRH പിന്നെ ഒരു സ്വിസ് ഫ്ലാഗും ഞാൻ എൻ്റെ പിന്നായിട്ട് പുതിയതായിട്ട് ഇങ്ങനെ കിട്ടിയിട്ടുണ്ട്. നല്ല രസമില്ലേ? ഇപ്പോൾ അതേ ഫുള്ളായിട്ടൊക്കെ റെഡിയാക്കി അത് നല്ല കുട്ടപ്പയാക്കി. ഇനി അല്പം മേക്കപ്പ് ആകാം. മേക്കപ്പ് എന്ന് പറയുമ്പോൾ ഫൗണ്ടേഷനൊന്നും ഇല്ല കേട്ടോ. എൻ്റെ മേക്കപ്പ് എന്ന് പറയുന്നത് രാവിലെ എണീറ്റ് മുഖമൊക്കെ കഴുകി കുളിക്കാറില്ല രാവിലെ എണീറ്റ് മുഖമൊക്കെ കഴുകി നല്ല മിടുക്കിയായിട്ട് എൻ്റെ ഐ സീറം, എൻ്റെ അല്ലാണ്ട് ഫേസ് സീറം, പിന്നെ ഒരു ക്രീമും പറ്റി ഞാൻ എൻ്റെ സ്കിൻ അങ്ങനെയാണ്, എൻ്റെ ഫേസ് ഞാൻ അങ്ങനെയാണ് കൊണ്ട് നടക്കുന്നത്. അപ്പോൾ ജോലിക്ക് പോകുമ്പം ജസ്റ്റ് ഒരു ചെറിയ മേക്കപ്പ് മാത്രമേ ഉള്ളൂ. അപ്പം ഞാൻ പിരികം ഒന്ന് എൻഹാൻസ് ചെയ്തു, ജസ്റ്റ് ഫിൽ ചെയ്ത് കൊടുക്കുകയും ചെയ്തോളൂ. അതിനുവേണ്ടി ഞാൻ NYXൻ്റെ ഐബ്രോ പെൻസിലാണ് യൂസ് ചെയ്തത്. അതിൻ്റെ ഡാർക്ക് ബ്രൗൺ ഷെയ്ഡാണ് ഞാൻ യൂസ് ചെയ്തത്. പിന്നെ ഞാൻ ഒന്ന് കണ്ണെഴുതിയേക്കാമെന്ന് കരുതി. ഇന്നാണെങ്കിൽ എനിക്കൊരു മൂഡുള്ളത് കൊണ്ട് ഇച്ചിരി തിക്കായിട്ട് കണ്ണെഴുതാമെന്ന് കരുതി. എങ്ങനെയുണ്ട്? രസമുണ്ടോ? അത് കഴിയുമ്പോൾ എൻ്റെ ആ കൈ കൊണ്ട് തന്നെ വിരൽ കൊണ്ട് ചെറിയ കുഞ്ഞു വാല്, എന്നിട്ട് ആ കൈ കൊണ്ട് അങ്ങ് വലിച്ചിടുമ്പോഴേക്കും ചെറിയ വാല് അങ്ങ് നോർമലായിട്ട് തന്നെ ഓട്ടോമാറ്റിക്കായിട്ട് വന്നോളും. പിന്നെ ദേ എൻ്റെ ലിപ്സ്റ്റിക്ക് കിക്കോ മിലാനോയുടെ ലിപ്സ്റ്റിക് ആട്ടോ. ചുണ്ടത്തല്ലാട്ടോ ഞാൻ ഇടുന്നത്, അത് ബ്ലഷായിട്ട് ഇടുന്നത്. അങ്ങനത്തെ ചെറിയ പ്രശ്നങ്ങളൊക്കെ എനിക്കുണ്ട്. ഞാൻ ഇടയ്ക്കിടയ്ക്ക് എനിക്ക് എൻ്റെ ലിപ്സ്റ്റിക്ക് തന്നെ ഞാൻ റൂഷായിട്ട് യൂസ് ചെയ്യാറുണ്ട്. ഇപ്പോൾ എനിക്ക് ഈ ഒരു കളറാണ് കുറച്ചുകൂടി ഇഷ്ടപ്പെട്ട ഒരു കളറ്. കാരണം അത് നമുക്ക് നല്ലൊരു ഫ്രഷ് ലുക്ക് തരും. കിക്കോ മിലാനോയുടെ ഇതുപോലത്തെ അതായത് ഒരു സൈഡിൽ ലിപ് ഗ്ലോസും ഒരു സൈഡിൽ ലിപ് കളറും ആയിട്ടുള്ള ഈ ലിപ്സ്റ്റിക്ക് സൂപ്പറാട്ടോ. ഭയങ്കര ലോങ് ലാസ്റ്റിംഗ് ആണ്. ഇപ്പോൾ കണ്ടോ, ഒരു സൈഡിൽ ഇച്ചിരി കൂടിപ്പോയായിരുന്നു, പക്ഷേ ഇപ്പോൾ ഞാനത് സെറ്റാക്കി. ഇപ്പോൾ ഒരു ഫ്രഷ് ലുക്ക് കിട്ടിയില്ലേ? ഇനി ബാക്കി വേറൊരു കളർ എടുത്തിട്ട് ഞാൻ എൻ്റെ ചുണ്ടത്തൊന്ന് തേച്ചു. ലിപ്സ്റ്റിക് ഇല്ലാതെ ഒരു പരിപാടിയില്ല. ലിപ്സ്റ്റിക് കൂടി തേച്ച് കഴിയുമ്പോൾ ഇപ്പോൾ കണ്ടോ, ഞാനൊരു ഫൗണ്ടേഷനൊക്കെ ഇട്ട് നല്ല ഒരുങ്ങിയ ഒരു ലുക്കില്ലേ? അത് മതി. ഇനിയിപ്പോൾ ആ പറഞ്ഞിരിക്കുന്ന സകല തലമുടികളെ ഒന്ന് ഒതുക്കി വയ്ക്കണം. തലമുടിയൊക്കെ ഒന്ന് ചീകി കെട്ടി, ഇനി അവിടെ ഉണ്ടായിരുന്ന സകല ബേബി ഹെയർസിനെ ഞാനൊന്ന് സൈഡിലിട്ട് പിന്നല്ല സ്ലൈഡൊക്കെ കുത്തി ഒന്ന് വെക്കുകയാണ് കേട്ടോ. എന്നാണെങ്കിലും കുറേ ബേബി ഹെയർ ഉണ്ട്, എല്ലാം വളർന്നു വരുന്നതാണെന്ന് സമാധാനിക്കുന്നു. നിങ്ങൾ ഇതിനു വേണ്ടി എക്സ്ട്രാ എന്തെങ്കിലും ചെയ്യുന്നുണ്ടോ ഈ കമൻറ്റ് ബോക്സിലൊന്ന് ഇടണേ. ഞാൻ ഈ ഹെയർ സ്പ്രേ യൂസ് ചെയ്തിട്ട് കൈകൊണ്ടും ചീപ്പ് കൊണ്ടൊക്കെ ഒതുക്കി വെക്കാറാണ് പതിവ്. ഇപ്പോൾ ഏതാണെങ്കിലും ഒരു മെനക്കൊക്കെ ആയെന്ന് ഞാൻ വിശ്വസിക്കുന്നു. പിന്നെ പുറകിൽ കൂടി ഒരു സ്ലൈഡൊക്കെ കുത്തി ആ ഇട്ടിരുന്ന ലിപ്സ്റ്റിക്കിൻ്റെ മുകളിൽ ലിപ് ഗ്ലോസ് ഇടാൻ സമയമായി. ഈ ലിപ് ഗ്ലോസിൻ്റെയും ലിപ്സ്റ്റിക്കിൻ്റെയൊക്കെ ഒരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ആ ലിപ് കളർ ഇട്ടതിന് ശേഷം ഉണങ്ങിയതിന് ശേഷമേ ഗ്ലോസ് ഇടാവുള്ളൂ കേട്ടോ. ഇനിയിപ്പം ഇച്ചിരി ആഭരണങ്ങളൊക്കെ ആകാം. എൻ്റെ മോതിരം, പിന്നെ ഒരു കമ്മൽ, അതുകൂടി ഇട്ട് കഴിഞ്ഞാൽ നോർമൽ. അതിൻ്റെ ഇടയ്ക്ക് ഞാൻ കാണിക്കുന്ന കോഷ്ടി നിങ്ങൾ മൈൻഡ് ചെയ്യണ്ട കേട്ടോ. എന്താ ഈ വീഡിയോ കാണിക്കണമെന്ന് എനിക്ക് തന്നെ അറിയില്ലാത്തതുകൊണ്ട് ഇടയ്ക്കൊരു കോഷ്ടി അറിയാണ്ട് വന്നാൽ പിന്നെ ഞാൻ വിചാരിച്ചു അയ്യോ നിങ്ങൾക്ക് കാണാനുള്ളതാണല്ലോ എന്ന്. ഏതാണെങ്കിലും ഇങ്ങനെയൊക്കെ ഇട്ട് ഇച്ചിരി സ്പ്രേ കൂടി അടിച്ചേക്കാം. പാസഞ്ചേഴ്സിന് വിചാരിക്കരുതല്ലോ കുളിക്കാതെ വന്ന കുട്ടിയാണ്. അങ്ങനെ എല്ലാം സെറ്റായി ഒരുമാതിരിപ്പെട്ട് ഒരുങ്ങി. ഇതാണ് ഞാൻ ഒരുങ്ങുന്ന എൻ്റെ സ്റ്റൈൽ. ഇപ്പോൾ ഒരു ലുക്കായോ? എന്ത് പറയുന്നു? അങ്ങനെ ലാസ്റ്റ് അലങ്കോലപ്പണി എന്ന നിലയിൽ ഞാൻ ബാഡ്ജ് കിട്ടുകൊണ്ടിരുന്നപ്പോഴേക്കാണ് ജെൻസ് സൈഡിലൊക്കെ സംസാരിച്ചുകൊണ്ട് പോകുന്നു. അപ്പം ഞാൻ തേക്കുന്നൊന്ന് ഇങ്ങോട്ട് വന്നതെന്ന് പറഞ്ഞ് കൈ കാണിക്കാൻ പറഞ്ഞു. ഞാനൊരു ചുമ്മാ കാല് പൊക്കി, ഞങ്ങൾ സിംഗിളങ്ങ് കാല് പൊക്കിയതാണ്. അത് കഴിയുമ്പോഴേക്കും ജെൻസ് അപ്പോഴേക്കും പറയുമായിരുന്നു ജെൻസിന് നീതുവിൻ്റെ പോസാണ് ഓർമ്മ വന്നെ എന്നും പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു എന്നാൽ നമുക്കൊന്ന് കാണിക്കാം, ആ പോസ് നമുക്ക് നീതു കുട്ടിക്ക് വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്യാമെന്ന്. നീതു നിനക്ക് ഇഷ്ടപ്പെട്ടോടി? അങ്ങനെ റെഡിയായി, ഓൾ സെറ്റ് ഗോ. അങ്ങനെ ഡ്രൈവ് ചെയ്യാൻ തുടങ്ങി. ഞാൻ ഡ്രൈവ് ചെയ്താണ് ജോലിക്ക് പോകുന്നത്. സ്കൈ സാധാരണ ക്ലിയർ ആണെങ്കിൽ കാണാൻ പറ്റുന്ന വ്യൂ ആണ് ഇത്. നോക്കിക്ക് എന്ത് ക്ലിയറാണ്, അങ്ങകലെയുള്ള മലകൾ വരെ കാണാം. ബ്യൂട്ടിഫുൾ അല്ലേ? കഷ്ടപ്പെട്ടെടുത്തത് കേട്ടോ. രസമായോ? ഇഷ്ടപ്പെട്ടോ? അങ്ങനെ ഈ വീഡിയോ ഇവിടെ ഞാൻ അവസാനിപ്പിക്കുകയാണ്. അപ്പം എല്ലാവർക്കും താങ്ക് യു. അപ്പോൾ ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ദയവ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കണം അമർത്താൻ മറക്കണ്ട.